ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഗംഭീര മുന്നേറ്റം നടത്തി വരികയാണ്. ഇപ്പോഴിതാ ഒരു നിർണായക നീക്കത്തിനായി സജ്ജമായിരിക്കുകയാണ് രാജ്യം. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO സാധ്യമാക്കിയ എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അഥവാ ET-LDHCM അന്തിമഘട്ട പരീക്ഷണത്തിന് വിധേയമാക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. പ്രൊജക്ട് വിഷ്ണു എന്ന നാമധേയത്തിൽ ഒരുക്കിയ ഈ മിസൈലിന്റെ പ്രഹരപരിധി 1500 കിലോമീറ്ററാണ്. തന്ത്രപ്രധാന ലക്ഷ്യങ്ങളെ കൃത്യതയോടെ കണ്ണുചിമ്മും വേഗതയിൽ തരിപ്പണമാക്കാനുള്ള അതിവേഗ മിസൈലായാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ രാജ്യത്തിനായി DRDO ഒരുക്കിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ശബ്ദവേഗത്തേക്കാൾ 8 മടങ്ങ് വേഗത കൈവരിക്കാനാകുന്ന മിസൈലാണ് ET-LDHCM എന്ന സാങ്കേതിക ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ മിസൈൽ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മണിക്കൂറിൽ 11,000 കിലോമീറ്റർ വേഗതയിൽ കുതിച്ചുപായാൻ ഈ മിസൈലിനാകും. ഓരോ സെക്കൻഡിലും 3 കിലോമീറ്റർ ദൂരം വീതം മിസൈൽ വേഗതയിൽ മറികടക്കാൻ ഇതിനാകും. അതിവേഗത്തിൽ പായുന്ന ഈ മിസൈലിനെ ശത്രു പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാനാവില്ല. അതുപോലെ തന്നെ ഈ മിസൈലിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ റഡാറുകൾക്കും കഴിയില്ല. പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ പ്രകോപന കൃത്യങ്ങൾ നടത്തിയാൽ ആ രാജ്യങ്ങളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കൃത്യതയോടെ ആക്രമിക്കാൻ ഈ മിസൈലിനാൽ ഇന്ത്യക്കാകും. ആണവായുധ ശേഷിയുള്ള ET-LDHCM-ന് 1000 മുതൽ 2000 കിലോഗ്രാം വരെ ഭാരമുള്ള പോർമുനകൾ വഹിക്കാനാകുമെന്ന സവിശേഷതയുമുണ്ട്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച സ്ക്രാംജെറ്റ് എഞ്ചിനാണ് ഈ മിസൈലിൽ ഉപയോഗപ്പെടുത്തുക. സാധാരണ മിസൈലുകളിൽ ഇന്ധനത്തിനൊപ്പം ജ്വലന സഹായിയായി ഓക്സിഡൈസറും വിനിയോഗപ്പെടുത്താറുണ്ട്. ഇത് മിസൈലിന്റെ ഭാരം കൂടാനും വേഗത കുറയുവാനും കാരണമായേക്കാം. അതേസമയം സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ അത്തരം പ്രശ്നങ്ങളുടെ സാധ്യത ഉണ്ടാവുന്നില്ല. കാരണം വിക്ഷേപിക്കപ്പെട്ട ശേഷം നിശ്ചിത വേഗതയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ വിനിയോഗപ്പെടുത്തി ഇന്ധന ജ്വലനം സാധ്യമാക്കിയാകും സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗപ്പെടുത്തിയുള്ള മിസൈലുകൾ മുന്നോട്ട് കുതിക്കുക. ഈ സാങ്കേതിക വിദ്യയാൽ കൂടുതൽ ദൂരം ഹൈപ്പർസോണിക് വേഗതയിൽ പായുന്നതിന് ഇന്ത്യയുടെ ET-LDHCM മിസൈലിനാകുമെന്നതും ശ്രദ്ധേയം. ET-LDHCM മിസൈലിൽ ഉപയോഗപ്പെടുത്താൻ നിശ്ചയിച്ചിട്ടുള്ള സ്ക്രാംജെറ്റ് എഞ്ചിന്റെ പരീക്ഷണ ഘട്ടങ്ങൾ ഇതിനോടകം വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞു. ഈ മിസൈലിന്റെ പുറംകവചം നിർമ്മിക്കുന്നതിനുള്ള ലോക സംയുക്തം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും വിജയം കണ്ടുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഹൈപ്പർസോണിക് മിസൈൽ ആയതിനാൽ തന്നെ അതിന്റെ അതിവേഗ കുതിപ്പിനിടെ അന്തരീക്ഷവുമായുള്ള ഘർഷണത്തെ തുടർന്ന് മിസൈലിന്റെ പുറംകവചം വളരെയധികം ചൂടാകും. അതിനാൽ ഉയർന്ന താപത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള പുറംകവചം മിസൈലിന് അനിവാര്യമാണ്. 2000 ഡിഗ്രി സെൽഷ്യസ് താപനില താങ്ങാനാവുന്ന പുറംകവചമാണ് നിലവിൽ ET-LDHCM മിസൈലിനായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. വിക്ഷേപിച്ചതിനു ശേഷം ഇടയ്ക്ക് വെച്ച് ലക്ഷ്യം മാറ്റാനാകുമെന്നതും ഈ ഹൈപ്പർസോണിക് മിസൈലിന്റെ പ്രത്യേകതയാണ്. ആദ്യഘട്ടമായി കരയിൽ നിന്ന് വിക്ഷേപിക്കാനാവും വിധമാണ് ഈ മിസൈൽ പുറത്തിറക്കുക. വരും ഭാവിയിൽ കപ്പലുകൾ, അന്തർവാഹിനികൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാനാവുന്ന ഈ മിസൈലിന്റെ പതിപ്പുകൾ വികസിപ്പിക്കാനും രാജ്യം ലക്ഷ്യമിടുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രതിരോധ രംഗം വൻ ഗവേഷണങ്ങൾ നടത്തി വരികയാണ്. നിലവിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ET-LDHCM മിസൈൽ പുറത്തിറക്കുന്നതോടെ ഇന്ത്യയും ഇടം നേടാനൊരുങ്ങുന്നത്. അങ്ങനെ പ്രതിരോധ രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഒരു നിർണായക നീക്കം കൂടി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശ്രദ്ധാവിഷയമായി മാറിയിരിക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.